ഓരോന്ന് പറയണം, അറിയാമോ? അപ്പൊ കറുക ചൂടുമ്പോൾ പറയും ആദ്യത്തെ കറുകയാണ്. കറുക ചൂടുമ്പോൾ എന്താ പറയുന്നത്? കറുകയുടെ ഭഗവാൻ ആരാ എഴുതിക്കൊള്ളു? കറുക ആദ്യത്തെ ഒന്ന് കറുക. കറുകയുടെ ഭഗവാൻ സൂര്യൻ, അർക്കൻ. അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. സൂര്യൻ അഗ്നി അല്ലേ? സൂര്യൻ എന്ന് പറഞ്ഞാൽ അഗ്നിയല്ലേ? ആഗ്നേയ ഗ്രന്ഥി ഏതാണ്? നോക്കണം പോന്ന പോക്ക്. ആയുർവേദവും ഇങ്ങോട്ടുള്ള ഇതൊന്നും ആഗ്നേയ ഗ്രന്ഥി പാൻക്രിയാസ്. അപ്പൊ ആഹാരത്തെ ദഹിപ്പിക്കുന്നവരാണ്. പാൻക്രിയാസ് ആണോ? ഇൻസുലിനാണോ ആഹാരത്തെ ദഹിപ്പിക്കുന്നത്? സംശയമുണ്ടോ? ഇല്ല. അപ്പം ദഹനപ്രക്രിയ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ കറുക ജ്യൂസ് 60 ഗ്രാം എടുത്ത് കഴിച്ചാൽ മതി. കറുകയുടെ ഇടിച്ചു പിടിച്ച നീര്, വെലിക്കറുകയുടെ നീര്, കറുകപ്പുല്ലിന്റെ നീര്, വെലിക്കറുക അതിന്റെ നീര് 60 ml എടുത്ത് കുടിച്ചാൽ വയറിന്റെ കമ്പനം, മലശോധന, വയറിന്റെ ദഹന പ്രക്രിയ. അതുകൊണ്ടാണ് പട്ടി പോയി പുല്ല് തിന്നുന്നത്. കറുക തിന്നുമ്പോൾ പട്ടിക്ക് വയറുവേദന എടുക്കുമ്പോഴാണ് പട്ടി പോയി അത് തിന്നുന്നത്. എന്താ? ആ കറുകപ്പുല്ല് തന്നെ പോയി തെരഞ്ഞു പിടിച്ച് തിരുന്നണ്ട. ഒന്നി അവൻ ഛർദ്ദിച്ചു കളയും, അല്ലെങ്കിൽ അവൻ കക്കൂസി പോകും. ഏതെങ്കിലും ഒരു തരത്തിൽ കൂടെ അവന്റെ വയറ് ക്ലിയർ ആക്കുക. അവൻ ആകെ ഒരു മരുന്നേ ലോകത്തുള്ളൂ, അത് കറുകയാണ്. കണ്ട, സിമ്പിൾ മെത്തേഡ്. അപ്പൊ ഇത് ചൂടുമ്പോൾ പറയേണ്ടുന്നത് എന്റെ മനസ്സിന്റെ ആദി വ്യാധികളെല്ലാം അകറ്റിത്തരണേ സൂര്യഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് വേണമായിരുന്നു എന്ത് ചെയ്ത് ചൂടാൻ. അടുത്ത രണ്ടാമത്തെ ആള് വിഷ്ണുക്രാന്തി. വിഷ്ണുക്രാന്തി അല്ലെ കൃഷ്ണക്രാന്തി എന്നും ചിലർ പറയും. അതിന്റെ ഭഗവാൻ മഹാവിഷ്ണു. അത് ഏറ്റവും നല്ലൊരു മരുന്നാണ് ഓർമ്മശക്തിക്ക്, ബുദ്ധിശക്തിക്ക്. ബ്രഹ്മയും കാട്ടിയും വലുത് വിഷ്ണുക്രാന്തിയാണ്. വിഷ്ണുക്രാന്തി അല്ലെങ്കിൽ കൃഷ്ണക്രാന്തി എന്നും പറയും ചിലർ. വിഷ്ണുക്രാന്തി മഹാവിഷ്ണുവിന്റെ കളറാണ്. ആ പൂവിന് പടന്ന് കിടക്കും, ഒറ്റ മൂടേ കാണുള്ളൂ. ഒരു മൂടേ കാണുള്ളൂ, പടന്ന് കിടക്കും. അത് ഏറ്റവും നല്ലത്. കിടന്ന് മുള്ളുന്ന കുട്ടികളില്ലേ, കിടന്ന് മൂത്രമൊഴിക്കുന്ന കുട്ടികളുണ്ടല്ലോ, ഒരു 5 ഗ്രാം അരച്ച് തേനി ചാലിച്ച് അങ്ങോട്ട് കൊടുക്കുക. കൊടുത്തിട്ട് ഒരു 2 കോട്ടൺ ജെട്ടി മേടിക്കണം. ജെട്ടി മേടിച്ചിട്ട് ആ ജെട്ടിക്കകത്ത് നാരങ്ങ നീരി മുക്കണം. മുക്കിയിട്ട് പിഴിയാതിത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് ആ ജെട്ടി മാറി ഇടുക. എന്ന് പറഞ്ഞാൽ രാവിലെ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ രാത്രി ഒരെണ്ണം ഇടുക. പിറ്റേന്നും അതുപോലെ തന്നെ ചെയ്യുക. അങ്ങനെ ഇട്ട് ഒരു 11 ദിവസം ചെയ്യാമെങ്കിൽ എത്ര വലിയ മൂത്രം ഒഴിക്കും അവിടെ വെച്ചു. അപ്പൊ വിഷ്ണുക്രാന്തി എങ്ങനെയുണ്ട്? ഓക്കെ, ഇത് പരീക്ഷിച്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുത്തിട്ട് ആരും ഫെയിലാവാത്ത കാര്യമാണ് പറഞ്ഞത്. ഒരുപാട് പേർ കൊടുത്തു. 5 ഗ്രാം അരച്ചു കൊടുക്കും. ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആരെ വെക്കുന്നത്? വിഷ്ണുക്രാന്തി. മൂന്നാമത്തെ ആള് മുക്കുറ്റി. മുക്കുറ്റിയുടെ ദേവത പാർവതി. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എവിടെ രക്തം കാണുന്നു അവിടെ നിർത്തിത്തരും. ഇപ്പൊ കൈ മുറിഞ്ഞു, മുക്കുറ്റി ഇടിച്ചു വെച്ച് നീരിച്ച് അവിടെ ഒഴിച്ചെടുത്തിട്ട് കെട്ടിവെച്ചത് അവിടെ. നിങ്ങൾക്ക് ബ്ലീഡിങ് കൂടുതലാണ് പീരീഡ് സമയത്ത്, മുക്കുറ്റി 11 അരച്ച് പാല് കലക്കി കുടിക്കുക. അപ്പനെ എവിടെ ബ്ലഡിക്ക് ബ്ലീഡിങ് ഉണ്ടാവുന്നു അവിടെ നിർത്തും. അതിന് പാർവതിയോടുകൂടിയാണ് ഉപയോഗിച്ചത്. മനസ്സിലായോ? അടുത്ത 4 നിലപ്പന. നിലപ്പനയുടെ ഭഗവാൻ പാർവതിയുടെ ഭർത്താവാരാണ്? ശിവൻ. ശിവൻ തന്നെയാണ് നിലപ്പന. ആരോഗ്യത്തിന് ഏറ്റവും വലിയ ആരോഗ്യമുള്ള ആരാണ്? എല്ലാം അങ്ങനെ പോയേക്കുന്നത്. കണ്ട, ഈ ആയുർവേദം മൊത്തവും ഇങ്ങനെ കിടക്കുന്നേ. അത് അതിന് നിലംപരണ്ട എന്ന് പറയുന്ന സാധനം അറിയോ? നിലംപരണ്ട അറിയോ? നിലംപരണ്ട, ചങ്ങലപ്പരണ്ട അല്ല, നിലംപരണ്ട. തറയെ പറ്റി എവിടെ നോക്കിയാലും കാണുന്ന സാധനം. ക്ലാവറിന്റെ ഇല നടക്കിരിക്കും, തറയെ പറ്റി പിടിക്കുക. എത്ര പറിച്ചാലും പോകില്ല. അതിന്റെ നാഴി നീരും 60 ഗ്രാം നിലപ്പനയുടെ കിഴങ്ങും കൂടെ അരച്ച് നാഴി നെയ്യില് കാച്ചി കഴിക്കാമെങ്കിൽ യൂട്രസ് വരെ ഇടിഞ്ഞത് നേരെയാവും. ഏത് നാഡീ ഞരമ്പുകളുണ്ടോ ബലപ്പെടും. ചൊറിയുമ്പോൾ രക്തം പൊടിയുന്ന ആൾക്കാർക്ക് ഇത് കൊടുത്താൽ മതി. നാഴി നിലംപരണ്ടയുടെ നീര് 60 ഗ്രാം, 60 മുതൽ 120 വരെ എടുക്കാം. 120 എഴുതിക്കൊള്ളു.
120 വരാം നിലപ്പന കിഴങ്ങ്. ഈ നിലപ്പന കിഴങ്ങ് നമ്മൾ പറിക്കണം, അല്ലാതെ കടയിൽ കിട്ടുന്ന നിലപ്പന കിഴങ്ങല്ല, നാടൻ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോണം, നിങ്ങൾ ഇവിടെ ഉണ്ടാകുന്നതായ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഉണ്ടാകുന്ന മരുന്നുകൾ കൊണ്ട് മാത്രമേ ചികിത്സ പാടുള്ളൂ. ഇത് ഇവിടെ ഉണ്ടാകുന്ന സാധനം ഇവിടെ ഉള്ളവർക്ക് ഇതിന് ചുറ്റിപ്പറ്റിയുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലാതെ അമേരിക്കയിൽ കിടക്കുന്ന സാധനം ഇവിടെ കൊണ്ടുവന്ന് തിന്നിട്ട് നമ്മൾ ആപ്പിൾ തിന്നാൽ നമുക്കൊന്നും പിടിക്കൂല. കൊല്ലം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥയായിട്ട് അഡ്ജസ്റ്റ് ഉണ്ടല്ലോ, മനസ്സിലായോ? അതാണ് കാരണം പറഞ്ഞതിന്റെ അർത്ഥം വരുന്നത് അങ്ങനെയാണ്. നിലപ്പനയുടെ 120 ഗ്രാമും നാഴി നെയ്യ്, പശു നെയ്യ്. അത് പശു നെയ്യ് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കാമെങ്കിൽ അസ്ഥി ഉരുക്കം അപ്പം നിൽക്കും. ആ ഒറ്റ നാഴി നെയ്യ് കഴിച്ചാൽ മതി. അസ്ഥി ഉരുക്കം എപ്പം നിന്നു എന്ന് ചോദിച്ചാൽ മതി. കാച്ചണം, കൈ നെയ്യായിട്ട് കഴിക്കുക. പിന്നെ നാഡീ ഞരമ്പുകളുടെ ബലം, പുതിയ സെല്ലുകൾ ഉണ്ടാവാൻ ഇതേ കൂടിയ സാധനം വേറെ ഇല്ല. ഈ ഹെർണിയുടെ അസുഖമുള്ളവർക്ക് ഇഷ്ടം പോലെ കൊടുത്തേക്കുക, ധൈര്യമായിട്ട്. ഹെർണിയ ഒരു 10 ml വരെ. അയ്യോ, നിലപ്പനയാണ് ഇവിടെ. നിലപ്പന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീളത്തിലാണ് ഇല ഇരിക്കുന്നത്. ആ ഇല എവിടെ ചെന്ന് മുട്ടുന്നു അവിടുന്ന് പുതിയ തൈ. മനസ്സിലായോ? നിലപ്പനയുടെ ഇല ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ എത്ര രീതി കാണത്തുള്ളൂ. ഇങ്ങനെ എവിടെ ചെന്ന് ഇല ചെന്ന് തലയില മുട്ടിയാൽ അവിടുന്ന് പുതിയ തൈ വരും. കായല കിഴങ്ങാണ്, അതിന് പറയുന്നത് മഞ്ഞപ്പൂവാണ്, കറുത്ത അരിയാണ്, തറ പറ്റിക്കിടക്കും. പനയുടെ ഇല പോലെ ഇങ്ങനെ. ആ ഉണ്ട്, നമുക്ക് ശ്രദ്ധിക്കാൻ കിട്ടാം. പുതിയ തലമുറയ്ക്ക് മറ്റാ ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത വയലേലൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. നമുക്ക് ആർക്കും അതിനുള്ള നമ്മൾ പോകുന്നില്ലല്ലോ. നമുക്ക് പാരസിറ്റാമോളാ പണ്ട് ഇതേ ഉള്ളായിരുന്നു ചികിത്സ. അന്ന് പണ്ട് പാരസിറ്റാമോൾ ഉണ്ടെങ്കിലും വീട്ടിൽ ഗ്രഹവൈദ്യം ഉണ്ടായിരുന്നു. അമ്മയുടെ കയ്യിൽ ഒരു മരുന്നിരിപ്പുണ്ടായിരുന്നു. അമ്മയ്ക്കറിയാമായിരുന്നു എന്ത് വേണമെന്നത്. അമ്മ എപ്പോഴും നോക്കുന്നത് അറിയുമോ? ആ കൊച്ചിന്റെ, നിങ്ങൾ ഒരു കാര്യം പറഞ്ഞതാ, അമ്മ എപ്പോഴും നോക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ എങ്ങനെ കക്കൂസി പോയിരുന്നു. അമ്മയ്ക്ക് എപ്പോഴും ചിന്തിക്കാതെ. അതിന് അമ്മ എന്ത് പറയുമോ? ഈ ആചാര അനുഷ്ഠാനങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങളുടെ വീട്ടിലെ കൊച്ചു, അപ്പൊ നിങ്ങളൊരു ക്രിസ്ത്യാനിയാന്ന് വെച്ചോ, അല്ലെങ്കിൽ മുസ്ലിം ആണെന്ന് വെച്ചോ, ഹിന്ദു ആണെന്ന് വെച്ചോ, അല്ലെ ഇന്ന ജാതിയാന്ന് വെച്ചു. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ, നിങ്ങളുടെ ജാതിയിലുള്ള ആൾക്കാർ ഏകദേശമൊക്കെ ഒരേ രീതിയിലുള്ള ആഹാരം ഉണ്ടാക്കണം. മനസ്സിലായോ? അപ്പൊ അവര് പഠിപ്പിച്ചതൊക്കെ ഇങ്ങനെയാണ്, നീ അവിടെ പോയൊന്നും കഴിക്കരുത്, അവര് നമ്മുടെ ആൾക്കാരല്ല, അവിടെ നീ കഴിക്കരുത്, വയറളവും അതാണ്, കോടയാണ്, മാടയാണ്, തൊട്ടുകൂടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തുടങ്ങിയത്. മനസ്സിലായോ? അതിന്റെ കാര്യം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് അറിയണം അവൻ എന്താ കഴിച്ചിരിക്കുന്നത്. മറ്റവരെ വീട്ടിൽ പോയി എന്താ കഴിക്കുന്നത്, അവളുണ്ടാക്കുന്ന സാധനം അമ്മയ്ക്കറിയാം. അപ്പൊ അവൻ എന്ത് കഴിച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ അമ്മയ്ക്കറിയാം ഇന്നത് കൊടുക്കണമെന്ന്. അവരവരെ വയറ് ശ്രദ്ധിച്ചു. മനസ്സിലായോ? അത് മുക്കിയാന്നോ കക്കൂസി പോണേ, അതല്ല ഇരിക്കുമ്പോ അവന് വേദന എടുക്കുന്നുണ്ടോ, വെള്ളത്തിന്റെ പുറത്ത് പൊങ്ങിയാന്നോ കിടക്കുന്നത്, ഇതൊക്കെ അമ്മ ശ്രദ്ധിക്കുമായിരുന്നു. അത് കഷ്ണം കഷ്ണമായിട്ടാണോ പോന്നെ, നേരമായിട്ടാണോ പോന്നെ, ഇതൊക്കെ ആയിരുന്നു അവരുടെ